ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മതേതരത്വം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും RSSനെ വർഗീയ പാർട്ടി എന്ന് ചിത്രീകരിക്കുമ്പോൾ ഇതര മതസ്ഥരെ പ്രീണിപ്പിക്കുന്ന സ്വഭാവം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വച്ചു പുലർത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഹൈന്ദവ വിരുദ്ധത കൃത്യമായി തന്നെ RSSനും ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് പലയിടങ്ങളിലും പ്രകടമാകുന്നുമുണ്ട്. അതുകൊണ്ട് ഹിന്ദുത്വ എന്നുള്ളത് RSS വച്ചു പുലർത്തുന്ന മതരാഷ്ട്രവാദമാണെന്നും തങ്ങളാണ് യഥാർത്ഥ മതേതരവാദികളെന്നും മറ്റു രാഷ്ട്രീയക്കാർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? RSS മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല. ഹിന്ദുത്വ എന്നുള്ളത് ഒരു വലിയ ആശയമാണ് എന്നുള്ളത് അവർ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ മതേതരത്വം എന്നുള്ള വാക്കിൻ്റെ ഒരു വിശാലാർത്ഥം എന്താണ്? ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദമാണ് മതേതരത്വം. മതനിരപേക്ഷത എന്നോ മതേതരത്വം എന്നോ ഒക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു വെസ്റ്റേൺ ഒരു ക്രോണിക്കിൾസിൽ കാണുന്ന ഒരു രീതിയിലല്ല ഭാരതത്തിൽ അത് അംഗീകരിക്കപ്പെടുന്നത്. ഒന്നാമത് ആ ഒരു മതേതരത്വം എന്ന ഒരു വാക്ക് ഭരണഘടനയുടെ ഭാഗമാകുന്നത് 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതിനു മുൻപ് അങ്ങനെ ഒരു വാക്കില്ല. ആ ഒരു സ്പിരിറ്റിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം, അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തന്നെ ഒരു മതേതര അല്ലെങ്കിൽ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ജാതികളും എല്ലാ നാനാവിഭാഗങ്ങളും കൈമേയ് മറന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവിടെ മതേതരത്വം അതിനകത്ത് എംബെഡഡ് ആണ്. അതുകൊണ്ട് പ്രത്യേകമായി എഴുതി വെക്കേണ്ട കാര്യമില്ല എന്ന തീരുമാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആ ഒരു ഭാഗം ഉണ്ടാകാതിരുന്നത്. പക്ഷേ അതേസമയം ഇന്ന് മതേതരത്വം എന്നത്, സെക്യുലർ എന്നത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. അങ്ങനെയെങ്കിൽ അതിന് കൂടുതൽ നിർവചനങ്ങൾ ആവശ്യമായി വരുന്നു. അവിടെയാണ് ഒരു RSS പോലെയുള്ളൊരു സംഘടന, ആ സംഘടനയുടെ ഒരു മതരാഷ്ട്രവാദം ഉണ്ടോ അതോ അങ്ങനെയല്ല എന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കൾച്ചറൽ നാഷണലിസം, സാംസ്കാരിക ദേശീയത, അതിൻ്റെ മറ്റൊരു പേരാണല്ലോ ഹിന്ദുത്വ. അപ്പോൾ ഹിന്ദു മതം ഹിന്ദുത്വയിൽ നിന്നും വേറിട്ട് കാണാൻ കഴിയുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകേണ്ടത്. എല്ലാ ചിന്താധാരകളെയും ഒന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു എന്ന ഒരു വാക്കിൻ്റെ തന്നെ വിശാലമായ അർത്ഥ തലങ്ങളിലേക്ക് പോകുമ്പോൾ അതിനൊരു മതത്തിൻ്റെ പരിപ്രേക്ഷ്യമേ ഉണ്ടായിരുന്നില്ല ഒറിജിനലി. അതായത് പേർഷ്യൻസ് ഈ സിന്ധു നദി, അപ്പോൾ സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ വിളിച്ചിരുന്ന സൗകര്യപൂർവ്വം ഹിന്ദു, അത് സ എന്നത് സകാരം അവിടെ പേർഷ്യൻ ഭാഷയിൽ ഇല്ലാത്തതുകൊണ്ട് അവർ ഹകാരം ആയി ഉപയോഗിച്ചു. അതുകൊണ്ട് സിന്ധു എന്നത് ഹിന്ദു എന്നാക്കി. അപ്പോൾ ഹിന്ദുസ്ഥാൻ, അങ്ങനെ സിന്ധു നദിയുടെ കിഴക്ക് പ്രദേശത്ത് വസിക്കുന്ന ആളുകളെ ഹിന്ദു എന്നും അവിടുത്തെ ആ പ്രദേശത്തെ ആകമാനം ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ ഒരു അന്ന് ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, അല്ലെ സനാതന ധർമ്മത്തിൻ്റെ ആദിമ രൂപമുണ്ട്, എല്ലാമുണ്ട്. അതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല പദമായി വരുന്നു. പിന്നീടാണ് വിവിധ ഘടനകൾ ഒന്നിച്ചു ചേർന്ന ബുദ്ധമതം, ജൈനമതം, ഇന്ത്യയിലെ തന്നെ തദ്ദേശീയങ്ങളായ ഒരുപാട് മതങ്ങൾ, ചിന്താധാരകൾ എല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു ഹിന്ദു ഫോൾഡായി വരുന്നതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന രൂപത്തിലാണ് ഇന്ന് സാധാരണ ഇന്ത്യക്കാർ ഹിന്ദുത്വ എന്ന ഐഡിയോളജിയെ കാണുന്നത്. അതായത് മതത്തെയും രാഷ്ട്രത്തെയും ഒരുമിച്ച് കാണണം. അതായത് മതം രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ഒരു ഉപാധിയായി മാറുന്നു. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്നത് മതരാഷ്ട്രം ആയി മാറുന്നു. അത് ഹിന്ദുത്വയാണ്. അതായത് ഹിന്ദുക്കൾക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന ഹിന്ദു മതവിഭാഗങ്ങൾക്ക് ഒരു നിർണായക എഡ്ജുള്ള മറ്റ് മതവിഭാഗങ്ങളെല്ലാം അതിൻ്റെ സൈഡ് ലൈൻസിൽ നിൽക്കുന്ന ഒരു സംവിധാനമായി പിന്നീട് ചിത്രീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ ഇതാ ഏറ്റവും എനിക്ക് സന്തോഷമുണ്ടായ ഒരു കാര്യം, RSSൻ്റെ ഈ സെക്രട്ടറി ദത്താത്രേയ, ഹൊസബല ദത്താത്രേയ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ജാതികളെ വേർതിരിച്ച് കാണുന്നില്ല, ജാതികളെയും മതത്തെയും വേർതിരിച്ച് കാണാതെ ഉൾക്കൊള്ളലിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് വരുന്നു. അത് ജനങ്ങളുമായി സംവദിക്കാനായി ഈ ഒരു വർഷം നിരന്തരമായ സമ്മേളനങ്ങൾ കൂടണം, കുടുംബ സദസ്സിലേക്ക് ഈ ആശയം കൊണ്ടുപോകണം. അപ്പോൾ എല്ലാ ജാതികളിലേക്കും ഇറങ്ങണം, എല്ലാ മതവിഭാഗങ്ങളിലേക്കും ഇറങ്ങണം. അതെന്താണ്, തെറ്റായ കാര്യമാണോ? നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഹിന്ദുത്വ എന്ന ആശയത്തിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും രീതിയിലുള്ള വിശകലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ദൂരീകരിച്ച് കൃത്യമായ ഒരു നിർവചനം കൊടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് RSSൻ്റെ
ഈ 100ാം വാർഷിക വേള എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷി 32ഓളം സംഘപരിവാർ സംഘടനകളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ രാഷ്ട്രീയ കക്ഷിയായി മുന്നിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ബജ്റാങ് ദൾ എന്ന യൂത്ത് വിംഗ് ഉണ്ട്, അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, പിന്നെ മഹിളാ മോർച്ചയുണ്ട് എന്ന് വേണ്ട ഒരുപാട് പോഷക സംഘടനകളെല്ലാം ചേർന്ന ഒരു ഫാമിലി, ഒരു വിശാല കുടുംബമാണല്ലോ സംഘ് പരിവാർ. അതിൻ്റെ ഒരു ഹബ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയാമല്ല കൾച്ചറൽ ഓർഗനൈസേഷനാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഒരു പരിധിവരെ ഈ 32 സംഘടനകൾക്ക് പ്രവർത്തിക്കാനാവൂ. എത്ര ആവർത്തി ഇതെല്ലാം സ്വതന്ത്രമാണ്, അവരുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട് എന്ന് പറയുമ്പോഴും ദ കോമൺ ത്രെഡ് റിമെയിൻസ് RSS. അങ്ങനെയെങ്കിൽ RSSൻ്റെ ഈ നിലപാട് മാറ്റമെന്ന് ഞാൻ പറയുന്നില്ല. ഈ പുതിയ നിലപാട്, ക്ലാരിറ്റിയോട് കൂടിയുള്ള നിലപാട് തീർച്ചയായും സംഘപരിവാർ സംഘടനകളിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം പ്രവർത്തന രീതിയിൽ, ചിലപ്പോൾ ഈ ചില സംഘപരിവാർ സംഘടനകളാണ്, ഇപ്പോൾ ശ്രീരാമസേന അല്ലെങ്കിൽ അതുപോലെ ചില സംഘടനകൾ, അത് നേരിട്ട് സംഘപരിവാറിനോട് അറ്റാച്ച്ഡ് ആണോ എന്നറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സംഘടനകൾ ചെയ്യുന്നതിൻ്റെ തിക്തഫലം, പാപഫലം പേറേണ്ടി വരുന്നത് പലപ്പോഴും BJPയോ RSSോ ആണ്. അവിടെയാണ് ക്ലാരിറ്റി ഉണ്ടാകേണ്ടത്. ഇനി BJP RSS ബന്ധം എന്ന് പറയുന്നത് പലരും കരുതുന്ന പോലെ, ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി കൂടിയായതുകൊണ്ട് കരുതുന്നതാണ്, എക്കാലത്തും ഭാരതീയ ജനതാ പാർട്ടിയെ പൂർണ്ണമായി ഒരു ഭരണത്തിലെത്തിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു സംഘടന അല്ല RSS. 1984 പൊതു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ പിൻബലം BJPക്കാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്നുണ്ടായ ഒരു സഹതാപ തരംഗത്തിന് തേരിലേറി 414 സീറ്റുകളുമായി കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തി, രാജീവ് ഗാന്ധി അധികാരത്തിലെത്തി. അന്ന് 2 BJPക്കാരാണ്. തെരഞ്ഞെടുപ്പാണ് ആദ്യ BJP 1980 രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പാണ്. അത് മാത്രമല്ല 1980 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവുണ്ടായ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി അന്നത്തെ ഒരു ജനതാ പരിവാറിന് പിന്നിൽ RSS അണിനിരുന്നു എന്ന് വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് RSSനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദർശനങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഏത് രാഷ്ട്രീയ സംവിധാനമുണ്ടെങ്കിലും ആ രാഷ്ട്രീയ സംവിധാനമായി ടാക്റ്റിക്കലി ഒരു സഹായം എന്നതിനപ്പുറം ഒരു സ്വാതന്ത്ര്യം RSS ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയാണെങ്കിൽ പോലും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു പൂർണ്ണമായി BJPയുടെ പരിവാർ സംഘടന എന്ന, അല്ലെങ്കിൽ RSS എന്നതൊരു പരിവാർ സംഘടന എന്ന ഒരു ചിന്താഗതി മാറ്റിവെച്ചിട്ട് കുറച്ചുകൂടി RSSനെ മനസ്സിലാക്കാൻ എല്ലാ കക്ഷികളും ശ്രമിക്കേണ്ട ആവശ്യകത ഇപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് RSS ഈ ഒരു 100ാം വാർഷിക സമയം ഒരു ഔട്ട്റീച്ച് മറ്റെല്ലാ കക്ഷികളും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കക്ഷികളുമായിട്ടുൾപ്പെടെ, ന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ മാത്രം അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സമാജ്വാദി പാർട്ടി പോലെയോ അല്ലെങ്കിൽ മറ്റ് ചില കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പരിധിവരെ ചില സംസ്ഥാനങ്ങളിൽ ഒരു ന്യൂനപക്ഷ ഒരു ഇമേജാണുള്ളത്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പലപ്പോഴും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJP കോൺഗ്രസ് ഫൈറ്റ് ഉള്ളിടത്ത് അത് കോൺഗ്രസിനാണ് പ്രധാനമായും ആ വോട്ടുകൾ ഇപ്പോൾ വീഴുന്നത് എന്നത് സത്യമാണ്. അങ്ങനെയെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഏതെങ്കിലും രീതിയിലൊരു ആശയക്കുഴപ്പമുണ്ട് എങ്കിൽ അത് ദൂരീകരിക്കാൻ ഈ സമയം ഉപയോഗിക്കാവുന്നതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയും RSSും തമ്മിൽ പല സമയത്തും സഹകരിച്ചിട്ടുണ്ട്, വിയോജിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു കാര്യം കൂടെ പറയാതെ ഈ ചർച്ച പൂർണ്ണമാവില്ല. അതിതാണ് 2024 പൊതു തെരഞ്ഞെടുപ്പ്. RSSൻ്റെ ശക്തി ഏറ്റവും പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അത് BJPക്ക് അനുകൂലമായി അല്ല. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമെങ്കിലും അത് BJPക്ക് അനുകൂലമായിട്ടല്ല വന്നത് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർ സമ്മതിക്കും. കാരണം ഉത്തർപ്രദേശിൽ അങ്ങനെയാണെങ്കിൽ RSSൻ്റെ കാഡർ സംവിധാനം പൂർണ്ണമായി, ശാഖകളുടെ പ്രവർത്തനം പൂർണ്ണമായി BJP അനുകൂലമായി കേന്ദ്രീകരിച്ചിരുന്നു എങ്കിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണിക്ക് 43 സീറ്റുകൾ ലഭിക്കുമായിരുന്നില്ല. BJP 34 താഴുമായിരുന്നില്ല. അതുപോലെ മഹാരാഷ്ട്രയിലും RSSന് ശക്തമായ വേരുകളുള്ള മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാദിക്ക്, അതായത് കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഗാദിക്ക് മേൽക്കൈ ലഭിച്ചതിന് പിന്നിലും RSSൻ്റെ ഒരു മെല്ലപ്പോക്കുണ്ടായിരുന്നു. എന്നാൽ RSS അതിൻ്റെ ഉഗ്രപ്രതാപം കാട്ടിയ തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിൽ, ഡൽഹിയിൽ, പിന്നീട് മഹാരാഷ്ട്രയിൽ സംഭവിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ്. അതിൽ ഒരു കാര്യം മാത്രം ഓർക്കണം, RSSൻ്റെ സർസംഘചാലക് പ്രകടിപ്പിച്ച ഒരു ചെറിയ അതൃപ്തിയുണ്ട്. അതുമാത്രമല്ല BJPയുടെ നേതാവ് JP നദ്ദ, ഇപ്പോൾ ഔട്ട് ഗോയിങ് പ്രസിഡന്റ് JP നദ്ദ, അത് വീൺവാക്കാണോ ബോധപൂർവമുള്ള വാക്കാണോ എന്നറിയില്ല, RSSന് സഹായം ഇല്ലാതെ തന്നെ 2 കാലിൽ നിൽക്കാനുള്ള
ശക്തി ഞങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞു, ഭാരതീയ ജനതാ പാർട്ടി സമാഹരിച്ചു കഴിഞ്ഞു എന്നതിനുള്ള മറുപടിയാണോ അത് എന്ന് പലരും സ്വാഭാവികമായി ചിന്തിച്ചു പോകും. അങ്ങനെയെങ്കിൽ നിങ്ങൾ BJPയുടെ അണികൾ പ്രവർത്തിച്ചുകൊള്ളൂ. പക്ഷേ RSS കൈമയും മറന്ന് ബൂത്ത് തലം മുതൽ ഹൗസ് വിസിറ്റ് ഉൾപ്പെടെ മാനേജ് ചെയ്ത് 50,000-ഓളം ചെറിയ മീറ്റിങ്ങുകളാണ് ഡൽഹി നഗരത്തിൽ, ഡൽഹി എന്ന ചെറിയ സംസ്ഥാനത്ത്, അത് പൂർണ്ണ സംസ്ഥാന പദവി പോലുമില്ല, അവിടെ നടന്നത്. അത് ഇലക്ടറലി ഉണ്ടാക്കിയ വലിയ പാരഡൈം ഷിഫ്റ്റ് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഹരിയാനയിലെയും കാര്യം ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ BJP എന്നത് RSSും BJPയും എക്കാലത്തും ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയല്ല. ദർശനപരമായി ഒരുപക്ഷെ RSS ഉയർത്തുന്ന ദർശനങ്ങൾ നടപ്പാക്കിയെടുക്കാവുന്ന ഏറ്റവും നല്ല പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, പൊളിറ്റിക്കൽ വെഹിക്കിൾ ആയി വേണമെങ്കിൽ BJPയെ കാണാം. അതിൽ തെറ്റൊന്നുമില്ല. അത് ചിലപ്പോൾ മറ്റ് കക്ഷികളായിരിക്കും ചില സമയങ്ങളിൽ ചെയ്യുന്നത്, അതിൽ തെറ്റില്ല. അതുകൊണ്ട് RSSനെ കുറിച്ചുള്ള ലാർജർ ആൻഡ് വൈഡർ അണ്ടർസ്റ്റാൻഡിങ് അത് മറ്റുള്ളവർക്ക് ലഭിക്കാൻ തക്ക രീതിയിൽ RSS ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, ഇതെന്ന് പറയുന്നത് ഔട്ട്റീച്ച് ആണല്ലോ, എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികളെ ഒഴിച്ചു നിർത്തരുത്. മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായി, മറ്റ് സംഘടനകളുമായി, മറ്റ് NGOസുമായി സംവാദത്തിനുള്ള, ആരോഗ്യപരമായ സംവാദത്തിനുള്ള, ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള സംവാദത്തിനുള്ള വേദി കൂടി RSS ഒരുക്കി എങ്കിൽ വളരെ ആരോഗ്യപരമായ ഒരു രാഷ്ട്രനിർമ്മാണ പ്രക്രിയ ഉണ്ടാകും. അല്ലാതെ രാഷ്ട്രനിർമ്മാണം എന്ന് പറയുന്നത് ഒരു സംഘടനയോ ഒരു പ്രത്യേക സ്ഥാപിത താല്പര്യമുള്ള ഒരു ഗ്രൂപ്പോ മാത്രം ചെയ്യേണ്ടതല്ല. അപ്പോൾ രാഷ്ട്രവിരുദ്ധമായ ഏതെങ്കിലും ശക്തി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരുമിച്ച് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഒറ്റപ്പെടുത്തി രാഷ്ട്രനിർമ്മാണത്തിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കാൻ, രാഷ്ട്രീയ കക്ഷി താല്പര്യങ്ങൾക്ക് അതീതമായി കൈകോർക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉയരുമ്പോഴാണ് RSSന് എല്ലാ മേഖലകളിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, പക്ഷേ രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഒരുമിച്ച് നേരിടാൻ എപ്പോഴെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിലുള്ളവർ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ഈ അധിനിവേശ ശക്തികൾക്ക് കുടപിടിക്കുന്ന പ്രവണത, വിദേശത്തടക്കം പോയി ഭാരതത്തെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന പ്രവണത, ഇതൊക്കെ കാണുന്നുണ്ട്.